വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയങ്ക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണ വീഡിയോ മധുര സേവ ഉണ്ടാക്കണേൻ്റെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് 2 കപ്പ് കടലമാവ് പൊടി ചേർക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ചുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമാവും. എനിക്ക് മൊത്തം 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലോട്ട് ആവശ്യമായിട്ട് വന്നത്. ഇത് ഇത്തിരീശെ കുഴച്ച് കൃത്യമായിട്ട് പരുവെന്ന് പറയുന്നത് അധികം ഹാർഡായി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ കൈകൊണ്ട് ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് താഴേക്ക് ഇത് അമിഞ്ഞ് പോകണം. ഒപ്പം തന്നെ കൈമൊന്നും ഒട്ടിപ്പിടിക്കില്ല, പാത്രത്തിനൊന്നും ഇത് ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവം, അതാണ് ഇതിൻ്റെ പരുവം. ഇനി വലിയ ബോളിനെ 2 ബോളാക്കി മാറ്റി സേവനാഴിയുടെ അച്ചിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിൽ 2 ഇതാക്കിയിട്ട് ഞാൻ മാവിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നൂലപ്പം നമ്മൾ ഉണ്ടാക്കണ ആ സേവനാഴി തന്നെ അതിൻ്റെ അച്ചെന്ന് പറയുന്നത് നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അച്ചിനേക്കാളും കുറച്ചും കൂടി വലിയ അച്ച്, ഇതാണ് അതിൻ്റെ അച്ചെന്ന് പറയുന്നത്. ഇത് ഫിറ്റാക്കി ഞാൻ സേവനാഴിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സേവനാഴിയുടെ ഉള്ളിൽ നന്നായിട്ട് സൺഫ്ലവർ ഓയിലാണോ നിങ്ങൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല ഈ മാവ്. എൻ്റെ തീരെ ഒട്ടിപ്പിടിക്കാത്ത കാരണം ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഇതൊക്കെ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ ഒരു പരന്ന പാത്രത്തിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചീഞ്ചട്ടിയിലും കുഴപ്പമൊന്നുമില്ല. എണ്ണ കൃത്യം ചൂടായിട്ട് കഴിയുമ്പോൾ സേവനാഴിയിൽ കൂടി നമ്മുടെ മാവ് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ചുറ്റിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവണ വരെ അത് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് കഴിഞ്ഞ് വീണ്ടും ആ എണ്ണയിൽ ഇരുന്നിട്ട് അത് കുറച്ച് സമയം കൂടി ക്രിസ്പിയാവും, കുക്കാവും. അപ്പോൾ ഒരു ഗോൾഡൻ കളറ്, ഒരു മഞ്ഞ പോലത്തെ ഒരു കളറാവുമ്പോൾ വെന്തുവെന്ന് മനസ്സിലാവുമല്ലോ. അതാവുമ്പോൾ പരിവാവുമ്പോൾ വേഗം തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. അങ്ങനെ ഇത് മുഴുവനും ഉണ്ടാക്കി കഴിക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ലായനി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൽ 1/4 കപ്പ് പഞ്ചസാര ഇടാം. 1/4 കപ്പിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കണത്. മധുരത്തിനനുസരിച്ച് 1/4 to 1 കപ്പ് ഇടാം. ഞാൻ 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിങ്ങനെ തിളച്ച് വരും. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു നൂല് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഈ പഞ്ചസാര ലൈൻ എടുക്കുമ്പോൾ ഇങ്ങനെ നൂലായിട്ട്, ഒറ്റ നൂലായിട്ട് ഇതിങ്ങനെ വരും. അതാണ് പരുവം. അപ്പോൾ തന്നെ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മുടെ മധുര സേവ ആ മാവ് എന്ന് പറയുന്നത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലോട്ട് പൊടിയായിട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ തണുക്കും തോറും, ഇതിൻ്റെ ചൂടാറി ഇത് തണുക്കും തോറും കൃത്യമായിട്ട് അതിൻ്റെ ക്രിസ്റ്റൽ, പഞ്ചസാരയുടെ ഷുഗർ ക്രിസ്റ്റൽസ് ഇത് ഫോം ചെയ്ത് വരുന്നത് കാണാം. അത് ചൂടാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വയ്ക്കുക. തണുത്തതിന് ശേഷം വേഗം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് എടുത്ത് വെക്കാവുന്നതാണ്. സേവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. അടിപൊളി.